ജമ്മുവിനെയും ശ്രീനഗറിനെയും അതിവേഗ റെയിൽ ബന്ധത്തിലൂടെ കൂട്ടിയിണക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ യാത്രക്കാരുടെ വലിയ സ്വീകാര്യത നേടി മുന്നേറുകയാണ്. ഈ മാസം ആദ്യത്തിൽ സർവീസ് ആരംഭിച്ച ട്രെയിൻ ഇതിനോടകം 1 ലക്ഷത്തിലധികം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചിരിക്കുകയാണ്. വെറും 4.5 മണിക്കൂർ കൊണ്ട് മാത്രം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലെത്താൻ കഴിയുന്നതാണ് ഈ സർവീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത്. മുൻപ് മണിക്കൂറുകൾ നീണ്ടുനിന്ന യാത്രയും ദേശീയപാതയിലെ ഗതാഗത തടസ്സങ്ങളും കാലാവസ്ഥാ പ്രശ്നങ്ങളും യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്ന സാഹചര്യത്തിലാണ് വന്ദേ ഭാരത് വലിയ ആശ്വാസമായി മാറിയത്. ന്യൂഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് മാത്രമായിരുന്നു മുൻപ് വന്ദേ ഭാരത് സർവീസ് ഉണ്ടായിരുന്നത്. ശ്രീനഗറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കത്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മറ്റു മാർഗങ്ങൾ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ ജമ്മുവിൽ നിന്ന് നേരിട്ട് ശ്രീനഗറിലേക്കുള്ള സർവീസ് ആരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണം കുത്തനെ ഉയർന്നു. കശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും സ്വദേശികളുടെ യാത്രകളും വ്യാപാര ആവശ്യങ്ങളും എല്ലാം കൂടി ട്രെയിനിന്റെ തിരക്ക് വർദ്ധിപ്പിച്ചു. മെയ് 2 മുതൽ മെയ് 23 വരെയുള്ള വെറും 22 ദിവസത്തിനിടെ 1,1050 യാത്രക്കാരാണ് ഈ അർദ്ധ അതിവേഗ ട്രെയിൻ സർവീസ് ഉപയോഗിച്ചതെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. സർവീസിനുള്ള ജനപ്രീതി ദിനംപ്രതി ഉയരുന്നതായും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ ചെലവിൽ സുരക്ഷിതവും വേഗതയേറിയതുമായി യാത്ര സാധ്യമാക്കുന്നതിനാൽ സാധാരണക്കാരിൽ നിന്ന് വ്യാപാരികൾ വരെ എല്ലാവരും ഈ സർവീസിനെ ആശ്രയിക്കുകയാണ്. യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത് കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ്. ഭക്ഷണച്ചെലവ് ഉൾപ്പെടെ ഏകദേശം 730 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. ഇതിന് വിപരീതമായി ജമ്മുവിനും ശ്രീനഗറിനും ഇടയിലുള്ള വിമാനയാത്രയ്ക്ക് സാധാരണയായി 9,000 മുതൽ 15,000 രൂപ വരെ ചെലവാകാറുണ്ട്. ഇതോടെ വിമാനയാത്രയ്ക്ക് പകരം കൂടുതൽ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗമായി വന്ദേ ഭാരത് മാറിയിരിക്കുകയാണ്. യാത്രക്കിടെ ആധുനിക സൗകര്യങ്ങൾ, ശുചിത്വമുള്ള കോച്ചുകൾ, സുരക്ഷിതമായ സഞ്ചാരം, സമയനിഷ്ഠ എന്നിവയും യാത്രക്കാരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കശ്മീരിലെ കടുത്ത ശൈത്യകാലവും മഞ്ഞുവീഴ്ചയും മണ്ണിടിച്ചിലും കാരണം ദേശീയപാത 44 വഴി യാത്ര ചെയ്യുന്നത് പലപ്പോഴും ദുരിത കാരണമാകാറുണ്ട്. നിരവധി തവണ പാത അടയ്ക്കപ്പെടുന്നതും ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുന്നതും പതിവായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ കാലാവസ്ഥയിലും സർവീസ് നടത്താൻ കഴിയുന്ന റെയിൽ ബന്ധം വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും സർവീസ് തടസ്സപ്പെടാതെ തുടരാൻ കഴിയുന്നതാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മറ്റൊരു പ്രധാന നേട്ടമായി വിലയിരുത്തപ്പെടുന്നത്. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനമായും ശ്രദ്ധ നേടുന്നുണ്ട്. കശ്മീരിൽ നിന്നുള്ള ആപ്പിൾ, ഉണക്കമുന്തിരി, കൈത്തറി ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാനും ഈ റെയിൽ ബന്ധം സഹായകരമാകുമെന്ന് വ്യാപാര മേഖല പ്രതീക്ഷിക്കുന്നു. ചരക്കുകളുടെ ഗതാഗത സമയവും ചെലവും കുറയ്ക്കുന്നതിലൂടെ പ്രാദേശിക വ്യാപാരത്തിനും വലിയ ഉണർവ് ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഏപ്രിൽ 30-ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പതാക കാണിച്ച് ആരംഭിച്ച ഈ സർവീസ് മെയ് 2-നാണ് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയത്. ജമ്മു വിഭാഗത്തിലെ മുതിർന്ന വാണിജ്യ മാനേജർ ഒജിത് സിംഘൽ പറഞ്ഞതനുസരിച്ച് വെറും 22 ദിവസത്തിനുള്ളിൽ 1 ലക്ഷത്തിലധികം യാത്രക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഈ ട്രെയിനിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവാണ്. സമയനിഷ്ഠ, ശുചിത്വം, സുരക്ഷ, യാത്രാ സൗകര്യം എന്നിവയിൽ ഉയർന്ന നിലവാരം ഉറപ്പാക്കുന്നതിലാണ് റെയിൽവേയുടെ പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി എല്ലാ കാലാവസ്ഥയിലും ബന്ധിപ്പിക്കുന്ന വിശ്വസനീയമായ ഗതാഗത സംവിധാനം എന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. വിനോദസഞ്ചാര മേഖലയ്ക്കും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്കും വ്യാപാര മേഖലയ്ക്കും ഈ റെയിൽ സർവീസ് വലിയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.